നമുക്ക് ഇന്ന് ഇങ്ങനെ ലോഗോ സ്പ്ലിറ്റ് ആനിമേഷൻ ട്രൈ ചെയ്താലോ. ഫസ്റ്റ് അതിനുവേണ്ടി നമുക്കൊരു ക്ലിപ്പ് ആഡ് ചെയ്തതിനു ശേഷം എഫക്ട്സ് പാനലിൽ പോയി മോക്ക എ എന്നൊരു എഫക്ട്സ് കാണാം. അത് സെർച്ച് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ലോഗോ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മേളിലൊരു പെൻ ടൂൾ കാണാവുന്നതാണ്. ആ പെൻ ടൂൾ യൂസ് ചെയ്ത് നമ്മുടെ ലോഗോ ഫുൾ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലോഗോ ഫുൾ ട്രാക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിംഗ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും ട്രാക്കിന്റെ സ്പീഡ് വരുന്നത്. നമ്മുടെ ട്രാക്കിംഗ് ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സേവ് ചെയ്യുന്ന ഓപ്ഷൻ കാണും. അത് സേവ് ചെയ്തതിനു ശേഷം നമ്മുടെ ക്ലിപ്പ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമ്മുടെ എഫക്ട്സ് പാനലിൽ പോയി മാട്രിക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എ മാസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ലോഗോ മാസ്ക് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ക്ലിപ്പിൽ നമ്മൾ പൊസിഷൻ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇവിടെ കൊടുക്കുന്ന പോലെ കീ ഫ്രെയിം ഫസ്റ്റ് നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിനു ശേഷം കുറച്ച് സെക്കൻഡ്സ് 1 സെക്കൻഡാണ് കൊണ്ടുപോയി ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ കറക്റ്റ് സെന്റർ വന്ന ശേഷം നമ്മുടെ പൊസിഷൻ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കീ ഫ്രെയിം ഫുള്ള് സെലക്ട് ചെയ്തതിനു ശേഷം F9 പ്രസ് ചെയ്ത് ഈസി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രാഫും കൂടി ഈ രീതിയിൽ കൊടുക്കുക. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം ആ തേർഡ് ക്ലിപ്പിലും സെൻട്രലിലെ കീ ഫ്രെയിം വന്നതിന് ശേഷം നമ്മൾ പൊസിഷൻ മൂവ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ലോഗോ സ്പ്ലിറ്റ് ആനിമേഷൻ ചെയ്യാവുന്നതാണ്.